LDF സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി സിൽവർ ലൈനിൽ ഇന്ന് നിർണായകമായ ചർച്ച കൊച്ചിയിൽ നടക്കും. ദക്ഷിണ റെയിൽവേ അധികൃതരും കെയറയിൽ പ്രതിനിധികളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30 മണിക്ക് കൊച്ചിയിലാണ്. DPRൻ്റെ അതായത് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ വിശദമായ ചർച്ച ഇന്ന് നടക്കും. കേരളത്തിൻ്റെ പ്രതിനിധി KV തോമസ് 24 ഇക്കാര്യം പറഞ്ഞു. സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ പ്രതിഷേധ സംഗമവും മറ്റൊരു വഴിക്കുണ്ട്. കെയറയിൽ കോർപ്പറേഷൻ സംസ്ഥാന ഗവൺമെൻറ് മാത്രം കോർപ്പറേഷൻ അല്ല, അത് കേന്ദ്ര റെയിൽവേയും സംസ്ഥാനം കൂടി സംയുക്ത കോർപ്പറേഷൻ അവരുണ്ടാക്കിയ ഒരു DPR ആണ്. ആ DPR ആണ് കേന്ദ്രത്തിൻ്റെ മുമ്പിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ മാറ്റങ്ങൾ വരുത്തി വ്യക്തതയുണ്ടാക്കണമെങ്കിൽ അതിനുള്ള അധികാരമുണ്ട് റെയിൽവേക്കുണ്ട്. വന്ദേ ഭാരത് വന്നതിന് ശേഷം ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റത്തിനൊരു എതിർപ്പില്ല. അത് വേണമെന്ന് എല്ലാവരും കൂടി മനസ്സിലാക്കും. നേരത്തെ ഇതേ വേണ്ടാന്നാണ് പറഞ്ഞിരുന്നത്, അത് മാറി നമുക്ക് ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. അതെങ്ങനെ വേണം അത് പരിശോധിക്കട്ടെ. തനേഷ് തമ്പി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. തനേഷ്, ഗുഡ് മോർണിംഗ്. തനേഷ്, യഥാർത്ഥത്തിൽ ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെയാണ്. എന്നാൽ സമരസമിതി അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ പിന്നാമ്പുറത്തും. കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഏതാണ്ട് അവസാനിച്ചു എന്ന് കരുതിയ ഒരു പദ്ധതിയാണ് LDF സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കാവുന്ന സിൽവർ ലൈൻ. എന്നാൽ അത് വീണ്ടും ചിറകുമുളച്ച് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യത്തിലൊരു തുടർ നടപടികൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ വീണ്ടും മുളയ്ക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലെ കാര്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30-ക്കാണ് യോഗം നടക്കുക. കെയറയിൽ അധികൃതരും ഒപ്പം തന്നെ സദേൺ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. കേരളം സമർപ്പിച്ച DPRൽ കാതലായ മാറ്റങ്ങൾ വേണമെന്നാണ് കേന്ദ്ര നിലപാട്. അതുതന്നെയാണ് കേരളത്തെ കുഴയ്ക്കുന്നതും. അതിലേറ്റവും പ്രധാനം ഈ സ്വതന്ത്ര ലൈൻ എന്നുള്ളതാണ്. കേരളം വിഭാവനം ചെയ്യുന്ന സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട്. പക്ഷേ അത് വേണ്ട. നിലവിലെ റെയിൽവേ പാതകൾക്കൊപ്പം മറ്റൊരു പാത അത് ആണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ഒരു മീറ്റർ ഗേജ് പാത അതാണുള്ളത്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അത് അംഗീകരിക്കുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉന്നയിക്കപ്പെടുന്നത്. ഈ സ്വതന്ത്ര ലൈൻ അതായത് സ്റ്റാൻഡേർഡ് ഗേജ് എന്നത് മാറ്റണം എന്ന് കേന്ദ്രം ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നിലവിലെ പാതകൾക്കൊപ്പം ബ്രോഡ് ഗേജ് ലൈൻ എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം എടുത്തിരിക്കുന്ന നിലപാട്. അതോടുകൂടി തന്നെ ഇത് റെയിൽവേ പാളങ്ങളുടെ മറ്റൊരു രൂപം, അതായത് വന്ദേ ഭാരത് അടക്കം ഓടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഹൈ സ്പീഡ് റെയിൽവേ തീവണ്ടികൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് വരുന്നത്. അതോടൊപ്പം തന്നെ കേരളം കണക്കാക്കിയിരിക്കുന്ന ചെലവ് എന്ന് പറയുന്നത് 64,000 കോടി രൂപയാണ്. പക്ഷേ അത് പറ്റില്ല എന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്രം എടുത്തിരിക്കുന്നത്. ഒരു 1.25 ലക്ഷം കോടി രൂപയുടെ ചിലവ് ഇതിന് വരുമെന്നുള്ളതാണ് നീതി ആയോഗ് അടക്കം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും എങ്ങനെയാണ് ഒരു സമവായത്തിലേക്ക് എത്തുക എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇനി കാണേണ്ടതുണ്ട്. മാത്രമല്ല റെയിൽവേ പറയുന്ന വേഗത എന്ന് പറയുന്നത് 160 കിലോമീറ്ററാണ് മണിക്കൂറിൽ. അത് പക്ഷേ കേരളം വിഭാവനം ചെയ്തിരിക്കുന്നത് 220 കിലോമീറ്ററാണ്. അങ്ങനെയാണ് 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡിലേക്ക് എത്തുക. അങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇക്കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ട്. അതിനിടയിൽ സമരസമിതി കെയറയിൽ വിരുദ്ധ സമരസമിതിയും സമരം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ്. ആ നിലയിലുള്ള കാര്യങ്ങളുമായി സമരസമിതി മുന്നോട്ട് പോകുന്നത്. എറണാകുളം ഗേൾസ് ഹൈസ്കൂളിന് മുന്നിൽ നിന്ന് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്നും സദേൺ റെയിൽവേ ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്കാണ് ഇന്നത്തെ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും ഒക്കെ നടക്കുക. അങ്ങനെ വീണ്ടും ഒരു കെയറയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ വേദിയാകാൻ പോവുകയാണ് കേരളം എന്ന് നമുക്ക് പറയാം. അതേസമയം LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്ന പദ്ധതിക്ക് ചിറകുമുളയ്ക്കുന്നതിൻ്റെ ആശ്വാസം ഉണ്ട് താനും. SKN. താങ്ക് യു.